യേശു കർത്താവ് പരീക്ഷകളെ ജയിക്കുകയാണ്. 40 രാവ് 40 പോലെ ഉപവസിച്ച ശേഷം പരീക്ഷകനടുത്ത് വന്ന് പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എഴുതപ്പെട്ട വചനം കൊണ്ട് യേശു അതിനെയൊക്കെ ജയിക്കുകയാണ്. യേശു പരീക്ഷിക്കപ്പെട്ടത് മരുഭൂമിയിലാണ്. ഇന്നലകളിൽ ഇസ്രായേൽ ദൈവത്തെ പരീക്ഷിച്ച മരുഭൂമിയിൽ, ഇന്നലകളിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഭാരപ്പെട്ട മരുഭൂമിയിൽ അവർ ദൈവത്തോട് പിറുപിറുത്ത് പിശാചിൻ്റെ പരീക്ഷകളുടെ നടുവിൽ പരാജയപ്പെട്ട സ്ഥാനത്ത്, ഇന്നലകളിൽ അവർ വിഗ്രഹാരാധനയിലൂടെ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തെ വിട്ടുമാറിയ സ്ഥാനത്ത് ഇവിടെ ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവേഷത്തിലായി മരുഭൂമിയിൽ വിശപ്പിനെ മറികടക്കുകയാണ്. മരുഭൂമിയിൽ പിശാചിൻ്റെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്കൊരു പാഠം നൽകുകയാണ്. ജയിക്കാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും വചനമാകുന്ന ആത്മാവിൻ്റെ വാളുകൊണ്ടും നമുക്ക് ജയിക്കാം. യേശു കർത്താവ് പരീക്ഷകളെയൊക്കെ അതിജീവിച്ച് പിന്നെ കടന്നു ചെന്ന പട്ടണം ഗലീലയാണ്. ഗലീല പട്ടണത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പരീക്ഷ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപോട്ട് ചുവട് വയ്ക്കുന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ കടന്നു ചെല്ലുന്നത് ദേശത്തിന് വിടുതലാണ്, ആത്മാക്കൾക്ക് വിടുതലാണെന്ന് ശത്രു തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആ ഇരുളിൻ്റെ മറവിൽ നിൽക്കുന്ന അശുദ്ധാത്മാവിൻ്റെ ദുരാത്മാവിൻ്റെ വ്യാപാരങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ തിരിയുകയാണ്. നിങ്ങളതിനെ ജയിക്കണം. നിങ്ങൾ ജയിക്കുമ്പോഴാണ് നിങ്ങൾ ശക്തരാകുന്നത്. പാപം നിങ്ങളുടെ വാതിക്കൽ കിടക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം നിങ്ങളോടാണ്. നീ അതിനെ കീഴടക്കേണ്ടതാകുന്നു. യേശു കർത്താവ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗലീലയ്ക്ക് ചെന്നത്. പ്രിയപ്പെട്ടവരെ, പരീക്ഷകളുടെ നടുവിൽ പതറണ്ട. വചനം കൊണ്ട് ജയിക്കണം. പ്രാർത്ഥന ഉപവാസം കൊണ്ട് ജയിക്കണം. നിങ്ങൾ ഏതിനോട് തോൽക്കുന്നുവോ നിങ്ങളതിനടിമപ്പെടും. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ജയിച്ചാൽ ആ ദുരാത്മാവ് നിങ്ങൾക്ക് കീഴ്പ്പെടും. അങ്ങനെ കീഴ്പ്പെട്ടാൽ നിങ്ങൾ കാലുകുത്തുന്ന ദേശം, നിങ്ങൾ കാൽ ചവിട്ടുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. അവിടെ അന്ധകാര ശക്തികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. യേശു ഗലീലയ്ക്ക് ചെന്നു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നീ ഒരു വെളിച്ചമാകാൻ പോകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നരുളി ചെയ്തതുപോലെ നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനം, ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമാക്കി ദൈവം തന്നെ നിർത്താൻ പോവുകയാണ്. ശത്രു കൊണ്ടുവരുന്ന പരീക്ഷകളുടെ നടുവിൽ ജയമേറ്റെടുക്കുക. നീ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. തോൽക്കുകയില്ല, തോൽക്കുകയില്ല. ജയിച്ചു മുന്നേറാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ധൈര്യമായി എഴുന്നേൽക്ക്. ധൈര്യമായി യുദ്ധം ചെയ്യുക. ഈ യുദ്ധത്തിൽ ജയം നിനക്ക് തന്നെയാണ്. ദൈവം നിന്റെ കയ്യിൽ ഒരു പട്ടണത്തെ ഏൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.